അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പാർട്ട് 2 ആണിത്. എനിക്കത് ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാത്തത് കൊണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ മറ്റേ ബൊലോറോയുടെ ഗ്രില്ല് വന്നിരുന്നില്ലേ, അപ്പോൾ അതിനിപ്പോഴുള്ള തെർമോക്കോൾ മൊത്തം നന്ദുട്ടിയുടെ ഫുൾ അതിൽ കുറേ കളിച്ച് ഫുള്ള് വീട് മൊത്തം സ്പ്രെഡാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ക്ലീനിങ് ചെയ്യലായിരുന്നു അടുത്ത ഡ്യൂട്ടി. പിന്നെ ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസത്തെ കുറേ വർക്ക് ഇന്നേക്ക് പെൻഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്ലീനിങ്ങും അതേപോലെ കുറേ തുണികളൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വർക്കിംഗ് ഡ്രസ്സുകളായിരുന്നു കൂടുതൽ. ബാക്കിയൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ തന്നെയാണ് തിരുമ്പലൊക്കെ. പിന്നെ വർക്കിംഗ് ഡ്രസ്സുകൾ അത് മെഷീനിൽ ഇട്ടാലും വൃത്തിയാവത്തില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ സോപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഏകദേശം. അപ്പോഴേക്കും നന്ദൂട്ടി ഉറങ്ങിയ നേരത്താട്ടോ ഞാൻ ക്ലീനിങ്ങൊക്കെ തുടങ്ങി. ഏകദേശം അതൊക്കെ ക്ലീനിങ് കഴിയാറാവുമ്പോഴേക്കും അവൾ എണീച്ചുകൊണ്ട് വന്നു. പിന്നെ അവൾ ഉറങ്ങി എണീച്ചാൽ പിന്നെ അവളിങ്ങനെ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടക്കണം. അത് കുറച്ച് നേരം എല്ലാ കുട്ടികളും ഇതേപോലെ തന്നെ ആയിരിക്കില്ലേ, ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് അവർ ഒന്ന് സമാധാനപ്പെടുത്തി ഇരുത്തണം. അതുവരെ കുറച്ചങ്ങ് കുരുത്തക്കേടായിരിക്കും. അപ്പോഴേക്കും അവൾ ക്യാമറ കണ്ടപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവൾ നേരെ തിരിഞ്ഞിരുന്നു, അവളത് കാണണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം കേട്ടോ. പിന്നെ ഇവിടെ AC വെച്ചതുകൊണ്ട് തന്നെ ഞാനിവിടെ കിടക്കാറില്ല, ഏട്ടൻ മാത്രമേ കിടക്കാറുള്ളൂ. എനിക്ക് AC സെറ്റ് ആവണില്ല, കുറച്ചും കൂടി ടൈം എടുക്കും അതൊന്ന് ഇതാവാൻ. അപ്പോൾ ഞങ്ങൾ വേറെ റൂമിലാണ് കേട്ടോ കിടക്കൽ, ഞാനും നന്ദുട്ടിക്ക് എന്തായാലും രാത്രിയൊക്കെ ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര പ്രോബ്ലമാണ് ഇവിടെ AC കിടക്കുമ്പോഴൊക്കെ. അപ്പം ഞാനും മോളും വേറെ റൂമിലാണ് കേട്ടോ കിടക്കുക. ഇവിടെ ഏട്ടൻ മാത്രമേ കിടക്കത്തുള്ളൂ. പിന്നെ ഞങ്ങളൊരു 12:30 ഒക്കെ ആയിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. നന്ദുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം അവൾ എന്നോട് പത്തിരി ഉണ്ടാക്കി തരാനാണ് പറഞ്ഞത്. പത്തിരി ഉണ്ടാക്കിയപ്പോൾ അത് സെറ്റായില്ല. അപ്പം ഞാൻ ആ മാവ് വെച്ചിട്ട് അവൾക്ക് ഇടിയപ്പം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. മീൻസ് അവൾ ഉദ്ദേശിച്ചത് ഇതല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾ ഞാൻ വാരി കഴിക്കാമെന്ന് പറഞ്ഞ് കൊടുത്തു. പിന്നെ അവളത് കഴിച്ചു. പിന്നെ ഇപ്പോൾ തുടങ്ങിയത് കേട്ടോ, അവളെ സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ LKG. അപ്പോൾ ഞാൻ വലിയ കുട്ടിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ അവളെ കഴിച്ച പ്ലേറ്റെല്ലാം കഴുകി വയ്ക്കും. അതേപോലെ തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അവൾ വിചാരിക്കുന്ന അവൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് പ്ലേറ്റെല്ലാം കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഫുൾ അവിടെ മൊത്തം നൂൽപ്പൊട്ടും ഭക്ഷണം എന്തെങ്കിലും കഴിച്ചൊക്കെ അവിടെ കൊണ്ട് സ്പ്രെഡ് ചെയ്യലാണ് കേട്ടോ മെയിൻ പരിപാടി. പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അലക്കാൻ നിൽക്കുമ്പോഴേക്കും നല്ല മഴയായിരുന്നു. പിന്നെ എനിക്ക് മഴയത്ത് തിരുമ്പാനൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ തുണിയൊക്കെ അലക്കി കഴിഞ്ഞ് വന്നെല്ലാം ഒലുമ്പി എടുത്തു. മഴയിൽ തന്നെ ഇരുന്നു. പിന്നെ നന്ദുട്ടി അവിടെ TV ഇട്ട് കൊടുത്തിട്ട് അവളവിടെ ഇരുത്തി. അപ്പോൾ അവളത് കണ്ടിട്ട് അങ്ങനെ ഇരുന്നു. ഞാൻ പുറത്തിറങ്ങിയത് അവൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാണെങ്കിൽ ഉറപ്പായിട്ട് വന്ന് പുറത്ത് നിൽക്കുമായിരുന്നു കേട്ടോ എൻ്റെ ഒപ്പം തന്നെ. ഏകദേശം നമ്മൾ അലക്കി കഴിയാറായപ്പോഴേക്കും മഴയൊക്കെ നിന്ന് കുറച്ച് വെയിലൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ തുണി വെയിലത്ത് പുറത്തിട്ടില്ല, ഷെഡിൽ തന്നെയാണ് ഉണക്കാൻ കൊണ്ടിട്ടത്. ഇനിയിപ്പോൾ മഴ പെയ്താൽ പിന്നെ എടുക്കാൻ നടക്കണ്ടേന്ന് വിചാരിച്ച് ഞാൻ ഷെഡിൽ തന്നെ കൊണ്ടിട്ട് കേട്ടോ. പിന്നെ തലേ ദിവസം ഉണക്കാനിട്ട തുണികളൊക്കെ ഉണ്ടായിരുന്നു ഉണക്കാൻ. തലേന്നല്ല, 2 ദിവസം മുന്നേ ഉണക്കാനിട്ട കേട്ടോ. പിന്നെ ഞാൻ അതെടുക്കാനായിട്ട് ഞാൻ പോകത്തില്ല. പിന്നെ പിറ്റേ ദിവസം തിരുമ്പുമ്പോഴോ ഞാൻ അലക്കി കഴിഞ്ഞ് ഇടാൻ പോകുമ്പോഴും ഞാൻ ആ തുണിയൊക്കെ എടുത്ത് വയ്ക്കാറുള്ളൂ. എനിക്ക് ഭയങ്കര മടിയാണ് ഈ കാര്യങ്ങളൊക്കെ. പിന്നെ നന്ദൂട്ടി അവിടെ ഇരുന്ന് ഓരോ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരം ഞാൻ കാണാതെയല്ല. അപ്പം ഞാൻ ജനലിലൂടെ അവളെ നോക്കി വഴക്ക് പറയും. പിന്നെ അവൾ അതൊക്കെ എടുത്ത് വയ്ക്കും. അവിടെ ചുമരിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ.
പിന്നെ അയാളുടെ വക കുറേ ഡാൻസും പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്യാമറയുടെ മുന്നേ. പിന്നെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പൊടി പിടിച്ചിട്ട്, അപ്പം ഞാൻ അതെല്ലാം ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പാത്രങ്ങളും കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് കഴുകി വെച്ചു കേട്ടോ. അങ്ങനെ ഫ്രീ ആയിട്ട് ടൈം കിട്ടുന്ന സമയത്ത് അപ്പം ഞാൻ അതൊക്കെ എടുത്തൊന്ന് വാഷ് ചെയ്ത് വെക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഓട്ട വീണ് പോകും കേട്ടോ. അപ്പം നമ്മളത് ഇടയ്ക്കൊക്കെ ഒന്ന് കഴുകി ഉണക്കിയിട്ട് തട്ടിൽ തന്നെ കയറ്റി വയ്ക്കാറുണ്ട്. എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയാണ് കേട്ടോ ഈ പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ. ഇനി പാത്രം കഴുകാൻ അപ്പോൾ ഞാൻ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് ഫ്രണ്ട്സിന് ആരുടെ അടുത്തെങ്കിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ അടുപ്പൊക്കെ ഉള്ള കിച്ചണാണ് കേട്ടോ ഇത്. പക്ഷെ നമ്മൾ കറികൾ അതൊക്കെ ഉണ്ടാക്കൽ അപ്പുറത്തെ കിച്ചണിലാണ്. ഇതാണ് നമ്മൾ മെയിൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അവിടെ നമ്മൾ ചോറ് മാത്രം വയ്ക്കാനായിട്ട് ഉള്ള കിച്ചണാണ് കേട്ടോ അത്. അവിടെ അത്യാവശ്യം ഞാൻ ബേക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ കിച്ചണാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ മെയിൻ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കും. ബാക്കിയുള്ള അടുപ്പിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കാര്യങ്ങൾ കുറച്ച് വലിയ പാത്രങ്ങളൊക്കെ ഞാൻ അവിടെയും അടുക്കളയിലാണ് കേട്ടോ വയ്ക്കൽ. ഇതാണല്ലേ നമ്മുടെ സെൽഫ് ഇരിക്കുന്നില്ലേ, അതിൻ്റെ താഴെയാണ് നമ്മുടെ കിണർ വരുന്നത്. കിണറിൻ്റെ ഒരു വശം നമ്മുടെ കിച്ചണിൻ്റെ അകത്തോട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ പേടിച്ചിട്ടാണ് ഈ കിച്ചണിൽ നിൽക്കുക. ബിക്കോസ് പകുതിയോളമൊക്കെ വെള്ളം കഴിഞ്ഞ മഴയുള്ള ടൈമിലൊക്കെ പകുതിയോളം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പഴയ വീടായിരുന്നു, അത് ഒരു പഴയ വീട് നമ്മൾ മേടിച്ചത്. അപ്പം ഇനി മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് കിണറങ്ങ് ഇടിഞ്ഞ് വീഴുമോ, കിച്ചണോട് അങ്ങോട്ട് പോകുമെന്നൊക്കെ പേടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തുടയ്ക്കാൻ വന്നപ്പോഴേക്കും നന്ദൂട്ടി വാങ്ങി, അവൾക്കിത് ഇഷ്ടമാണ് തുടയ്ക്കലൊക്കെ. അപ്പോൾ അവൾ വാങ്ങിച്ച് തുടയ്ക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവളെ കരയിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓക്കേന്ന് പറഞ്ഞു. പക്ഷെ അവൾ പിന്നെ തരുന്നില്ല കേട്ടോ. അവൾ ക്ലീൻ ചെയ്ത് അവിടേക്ക് ചവിട്ടി നടക്കുക, പിന്നെ അവിടെ ക്ലീൻ ചെയ്യുക. അവൾക്കൊരു നേക്കില്ല ഇങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് ഉള്ളത്. അപ്പം ഞാൻ മേടിച്ച് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവളെടുത്ത് മോപ്പ് മേടിച്ചതിന് അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളമായിരുന്നു കേട്ടോ. അവൾ പിന്നെ എന്നോട് പിണങ്ങിയിട്ട് സോഫയിൽ പോയിരുന്നു. പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു, അവൾ തുടയ്ക്കാം. പക്ഷെ ഞാൻ കൊടുത്തപ്പോൾ അവൾക്ക് വേണ്ട. കാരണം അവൾ പറഞ്ഞു അവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ട് ഓൾറെഡി, എനിക്കിനി വേണ്ട, അമ്മ തന്നെ തുടച്ചു എന്ന് പറഞ്ഞ് പിന്നെ അവൾ ചാടി കിടന്ന് കരയാൻ തുടങ്ങി കേട്ടോ. അവൾ തുടയ്ക്കാനായിട്ട് മേടിച്ചു, പക്ഷെ അവിടെ ചോട്ടി വയ്ക്കുമ്പോൾ അവിടെയൊക്കെ നനവുണ്ട്. അപ്പോൾ പിന്നെ ഇത് എല്ലാവിടെയും നനവാണ്, അമ്മ എല്ലാവിടെയും തുടച്ചിട്ടേക്ക്, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് പിന്നെയും കരഞ്ഞിട്ട് പോയി. പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളിക്കാൻ പോയി. അപ്പോൾ അങ്ങനെ പണിയൊക്കെ ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായിട്ടോ. ഇനിയിപ്പോൾ എന്താ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നൈറ്റിലേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കണം. അതിന് മുമ്പ് നന്ദൂട്ടീനെയൊക്കെ ഒന്ന് റെഡിയാക്കി അവളെയൊക്കെ ഒന്ന് ഒരുക്കി, പിന്നെ ഞാനൊന്ന് ഒരുങ്ങി. ഇനിയിപ്പോൾ പോയി ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പം പിന്നെ കാണാം. ബൈ.